ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന WCC അംഗങ്ങൾ. വനിതകൾക്ക് ലൊക്കേഷനിൽ സൗകര്യം ഉറപ്പാക്കണം. ഹേമ കമ്മിറ്റിയിലെ ശുപാർശകൾ അംഗീകരിക്കണമെന്നും ആവശ്യം. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു WCC അംഗങ്ങൾ. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കോടതി നിർദ്ദേശം അനുസരിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച്, ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. മുന്നോട്ടാണ്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്. വിവരങ്ങളുമായി രശ്മി കാർത്തിക് ചേരുന്നു. രശ്മി, മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റിമ കല്ലിങ്കൽ മാത്രമാണ് പ്രതികരിച്ചത്. വിശദമായ ഒരു പ്രതികരണം ഒന്നും നൽകിയില്ല എന്ന് തോന്നുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ പേരുകൾ പുറത്തുവിടരുത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലും അവർക്ക് തൃപ്തിയില്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. ഈ 15 മിനിറ്റോളമാണ് ഇത്തരത്തിൽ WCC അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. റീമ കല്ലിങ്കൽ, ദീദി ദാമോദരൻ, ആശ ജോസഫ്, ബീന പോൾ, രേവതി എന്നിവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമായും ഈ ആരോപണങ്ങളുമായി, അതായത് വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്ന നടിമാർ, ഇവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി WCC മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ SITയുടെ പ്രവർത്തനത്തിൽ ആശങ്കയുണ്ട് എന്നുള്ള ഒരു ആശങ്കയും ഇവർ പ്രകടിപ്പിക്കുകയുണ്ട്. അതായത് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം, അതിൽ വലിയ രീതിയിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് WCC മുന്നോട്ട് വെച്ച ഒരു കാര്യം. അതോടൊപ്പം പോഷ് നിയമം വളരെ കർശനമായി നടപ്പിലാക്കണം, സിനിമാ സൈറ്റുകളിൽ ഉൾപ്പെടെ പോഷ് നിയമം വളരെ കർശനമായി നടപ്പിലാക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നയ രൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കണം എന്നുകൂടി WCC മുഖ്യമന്ത്രിയോട് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഉൾപ്പെടെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളൊരു ചോദ്യം ഉയർത്തിയിരുന്നു. സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്നതായിരുന്നു ഈ ഹൈക്കോടതിയുടെ നിലപാടുകളും പരാമർശങ്ങളും ഒക്കെ. ഈ സാഹചര്യത്തിൽ കൂടിയാണ് WCC ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെളിപ്പെടുത്തലുമായി എത്തുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യമാണ്. ഏതായാലും ഈ അന്വേഷണ സംഘത്തിൽ അവരുടെ അന്വേഷണത്തിൽ ആശങ്ക ഉൾപ്പെടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ, വളരെ കൃത്യമായി ഒരു അന്വേഷണം ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ശക്തമാക്കുക, അതേപോലെ തന്നെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് WCC അംഗങ്ങൾ ഇന്ന് 15 മിനിറ്റോളം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചേംബറിൽ സന്ദർശിച്ച് അഭിപ്രായങ്ങൾ അറിയിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.